കൃഷ്ണ നിക്ക് മോനെ കൃഷ്ണ അയ്യോ മോനെ അയ്യോ മോനെ എന്റെ കൃഷ്ണ ഇവന്റെ ഒരു കാര്യം നമ്മുടെ ശാന്തിജിയുടെ കൊച്ചുമോനാ. ഇവിടെ പ്രദക്ഷിണത്തിന് വന്നതാ. ഒരുക്കിക്കൊണ്ടിരുന്നപ്പോ ആരോ ഒരു പന്ത് കൊടുത്തു. അപ്പൊ തുടങ്ങിയ കളിയാ. പോവാം. ഈശ്വരി അമ്മ എന്റെ ഭഗവതി, ഞാൻ എന്താ ഈ കാണുന്നേ? തൃപ്പങ്കോട്ടെ സുഭദ്രയല്ലേ അത്? അറിഞ്ഞത് പ്രകാരം സുഭദ്ര കൊല ചെയ്യപ്പെട്ടതാണല്ലോ. പിന്നെ എങ്ങനെ ഇവിടെ ഇപ്പോ? ഇതിലെന്തോ രഹസ്യമുണ്ട്. അത് കണ്ടെത്തിയേ പറ്റൂ. ഈശ്വരി അമ്മയ്ക്ക് എങ്ങനെ മരിക്കാനാ ഇഷ്ടം? കുത്തേറ്റ് ചാവണോ അതോ വെടിയേറ്റ് ചാവണോ? നമസ്കാരം സാർ. എവിടെ? നീ ആ സ്ത്രീ എവിടെയാ കണ്ടത്? വരൂ സാർ, അവിടെയാ.
പറയുന്നേ? ഇവര് 4 ആളുമാ തിരുമേനി. വിവാഹം കഴിക്കാത്ത ചെറുപ്പക്കാരാ. പറയൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ലക്ഷ്മിപതേ നമ. ഓം ശ്രീനാരായണായ നമ. ഓം ശ്രീനാരായണായ നമ. ആ, ഇനി പല്ലക്കെടുക്കാം. ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ട് 4 ആൾക്കും ശീഘ്രമാംഗല്യം ഭവിക്കട്ടെ. ഒന്ന് വെച്ചേ. ഞാൻ ഈ പ്രദക്ഷിണ പൂജയ്ക്കില്ല. വേറെ ആർക്കെങ്കിലും പല്ലക്കെടുക്കാം. ഹാ, നിങ്ങൾ എന്തായി പറയുന്നേ? നല്ലൊരു ചെറുപ്പക്കാരൻ, ഭക്തൻ, എന്നിട്ട് ഈ കാണിക്കുന്നത് മര്യാദകേടല്ലേ? ഒരു മര്യാദകേടുമില്ല. തിരുമേനിയുടെ അനുഗ്രഹം എനിക്ക് വേണ്ട, അത്രേ ഉള്ളൂ. എവിടെ എവിടെ അവര്? അയ്യോ, ഞാൻ നേരത്തെ വന്നപ്പോൾ അവരോട് ഇരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ കാണുന്നില്ല. Bloody. നീ ആളെയും കൂട്ടി വരുന്നത് വരെ അവര് നിന്നെയും കാത്ത് ഇവിടെ ഇരിക്കുമെന്ന് കരുതിയോ? Stupid. നിന്റെ വാക്കും കേട്ട് വെറുതെ ഇവിടം വരെ വന്ന് എന്നെ പറഞ്ഞാ മതി. അല്ല സർ, അവരിവിടെ ഉണ്ട്. എനിക്ക് തീർച്ചയാ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു ആ സ്ത്രീയെ. എന്നിട്ട് എവിടെ? വാ നോക്കാം നമുക്ക്. വാ. ഷടാ, കല്യാണം നേരത്തെ നടക്കട്ടെ എന്ന് പറയുന്നത് ഇത്ര വലിയ അപരാധമാണോ? ഇത് മഹാഹങ്കാരം. നമുക്ക് വേറെ ആരെങ്കിലും കൊണ്ട് പല്ലക്കെടുപ്പിക്കാന്നേ. ഇനി അത് പറ്റില്ല. അയാള് മന്ത്രം ജപിച്ചെടുത്ത് ഉയർത്തിയതല്ലേ. ഇനി അയാള് തന്നെ വന്നേ പറ്റൂ. നേരം വൈകിയല്ലോ. ഇനിയും എന്താ പ്രദക്ഷിണം തുടങ്ങാത്തെ? 4 പേര് ചേർന്ന് പല്ലക്ക് ഉയർത്തിയതാ. കൂട്ടത്തിലൊരാൾ പിണങ്ങി പല്ലക്ക് നിലത്ത് വെച്ചിട്ട് ദേ അവിടെ പോയി നിൽക്കുന്നു. അയ്യോ, അതെന്തു പറ്റി? പറ്റാനെന്താ? അയാളുടെ തോന്നിയാസം അത്ര തന്നെ. അതെ, ഒന്ന് നിന്നേ. എന്താ കൊച്ചേട്ടൻ ഇത് എവിടെയായിരുന്നു? ഞാൻ എവിടെയൊക്കെ തിരക്കി നടക്കുമായിരുന്നു അറിയോ? ഒന്നും പറയണ്ട. മാല കെട്ടി കൈ ഒടിഞ്ഞു. എനിക്ക് സ്വർഗരാജ്യം ഉറപ്പാ. വാ. ഇതെന്തു പറ്റി? ഇന്ന് പല്ലക്ക് പ്രശ്നമില്ലേ? അയാൾ ഒരേ പ്രശ്നം. ആ പെൺകുട്ടി പറഞ്ഞ് മനസ്സിലാക്കാൻ പോയിരിക്കുക. നമസ്കാരം. കൊച്ചേട്ടാ, ഇത് സീൻ കൊള്ളാലോ. വല്യേട്ടനെ പറഞ്ഞു മനസ്സിലാക്കാൻ ഒരു സ്ത്രീയോ? സൂപ്പർ. അല്ല മാഷേ, ഇതൊരു ദേവകാര്യമല്ലേ? ഇവിടെ ഇങ്ങനെയൊക്കെ പെരുമാറാവോ? മാത്രമല്ല, ഇവിടെ തിരുമേനിയുടെ അനുഗ്രഹം തേടി ഭക്തരായ ഭക്തരെല്ലാം ക്യൂ നിൽക്കുമ്പോ അദ്ദേഹം നിങ്ങളെ അനുഗ്രഹിച്ചതാണോ ഇത്ര വലിയ തെറ്റ്? ഇതൊക്കെ പറയാൻ നിങ്ങളാരാ? ഞാൻ ആരോ ആയിക്കോട്ടെ, നിങ്ങളീ കാണിക്കുന്ന നിസ്സഹകരണം കൊണ്ട് ബുദ്ധിമുട്ടിലായിരിക്കുന്നത് ഒരുപാട് പാവപ്പെട്ടവരാ. ആ ചേച്ചി വല്യേട്ടനെ പറഞ്ഞ് മൂപ്പിക്കുന്നത് കണ്ടോ? അവർക്ക് വല്യേട്ടനെ കൊണ്ട് പല്ലക്കെടുപ്പിക്കാൻ കഴിയുന്ന തോന്നുന്നേ. അതെ അതെ, ഇപ്പൊ ഈ പല്ലക്കെടുപ്പിച്ച ഭാവിയിൽ ചിലപ്പോ ഒരു ചേട്ടനെ കൊണ്ട് താലി വരെ എടുപ്പിച്ചേക്കും. സൂപ്പർ. അവരത് സാധിച്ചെടുത്താ അച്ഛന്റെ കാര്യം കുശാലാകൂന്ന് ഉറപ്പാ. നോക്കാം നമുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് വെറൊരു വാക്കല്ലേ? അത് അദ്ദേഹം മാറ്റി പറയും. ദയവ് ചെയ്തു വന്ന് ആ പല്ലക്കൊന്നെടുക്ക്. സമയം വൈകുന്നു. ഇങ്ങനെ നിഷേധം കാണിച്ച ദൈവകോപമായിരിക്കും ഫലം. മാത്രമല്ല, രാവിലെ മുതൽ വന്ന് പ്രദക്ഷിണത്തിന് പങ്കെടുക്കാൻ നേർച്ച കൊടുത്തു നിൽക്കുന്ന
ഒരുപാട് പേർക്കത് സങ്കടം ഉണ്ടാക്കും. നോക്കൂ മാഷേ, ഭഗവാൻ കൃഷ്ണന്റെ പിറന്നാളായിന്ന്. ഈ ദിവസം ഭഗവാനെ എഴുന്നള്ളിക്കുന്ന പല്ലക്കുയർത്താൻ സാധിക്കുന്നതേ ഒരു പുണ്യമാണ്. ഇങ്ങനെ മാറി നിൽക്കാതെ മാഷൊന്നു വന്നേ. ഇപ്പം മാഷ് കൂടി ചേർന്നാലേ പല്ലക്കുയർത്താൻ പറ്റൂ. മാഷ് വന്ന് പല്ലക്കുയർത്തിയാൽ പോറ്റി പറഞ്ഞ ആ കാര്യത്തിന് പകരം വേറൊരു നല്ല കാര്യം നടക്കും. തൽക്കാലം മറ്റെല്ലാ ഫീലിംഗ്സും മാറ്റിവെച്ച് ഒന്ന് വാ. മറ്റുള്ള മനുഷ്യരുടെ സമയത്തിനും വിലയുണ്ടെന്നൊന്ന് മനസ്സിലാക്ക് പ്ലീസ്. ഇവിടെയെങ്ങും ആ സ്ത്രീയില്ല. നീ അടുത്ത് നിന്ന് സംസാരിച്ചപ്പോ അവർക്ക് സംശയം തോന്നിക്കാണും. വാ, പുറത്തെവിടെയെങ്കിലും ഉണ്ടോ നോക്കാം. കുഴപ്പമില്ല, ഇപ്പൊ ശരിയാവും. ആര്യ ചേച്ചി, ആര്യ മോളെ, എന്താ എന്താടി? അയാളെ ഞാൻ കണ്ടു. ആരെ? അമ്മയെ കൊന്ന ദുഷ്ടൻ കോട്ടയ്ക്കൽ മേഘനാഥൻ. മോളെ, ആര്യ, മോളെ, ആര്യ. പിന്നാലെ അയാളും വരുമെന്ന് ഉറപ്പാ. അതിനു മുമ്പ് നിങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ഈ തൃപ്പങ്ങോട്ട് ദേശത്ത് നിന്ന് തന്നെ. അപ്പൊ അമ്മയും ഇല്ല മോളെ, ഈ അമ്മയ്ക്കിന് ആയുസുണ്ടെന്ന് തോന്നുന്നില്ല. ഏതോ കൊടും വിഷോ അയാൾ എന്നെ കൊണ്ട് കുടിപ്പിച്ചിരിക്കുന്നത്. ചേച്ചി, ഭക്ഷണം എടുത്ത് വെക്കട്ടെ? കുറച്ച് കഴിയട്ടെ. ആദ്യം അവൾക്ക് ഈ ചുക്ക് കാപ്പി കൊടുക്കാം. പനിയുടെ ലക്ഷണം വല്ലതും ഉണ്ടെങ്കിൽ മാറിക്കോളൂ. നീ വാ. എണീക്ക് എണീക്ക് എണീക്ക്.
ചൂടോടെ ഈ കാപ്പി കുടിച്ചേ. പനി വല്ലതും ഉണ്ടെങ്കിൽ അങ്ങ് മാറിക്കോളൂ. എനിക്ക് അല്ല ചേച്ചി, ഞാൻ ആ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കായിരുന്നു. എന്തിനായിരിക്കും അയാളിപ്പോ ഇങ്ങോട്ട് വന്നത്? എന്തിനും ആവാം. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയല്ലേ, ചിലപ്പോ തൊഴാൻ വന്നതാണെങ്കിലോ? ആ ബെസ്റ്റ്. തൃപ്പങ്ങോട്ടൊന്നും വേറെ കൃഷ്ണന്റെ അമ്പലം ഇല്ലാത്തോണ്ടല്ലേ ഈ നാട്ടിൽ വന്നത്. ഇതിപ്പോ നമ്മൾ അന്വേഷിച്ചു വന്നെന്നാ എന്റെ ഒരു അഭിപ്രായം. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. ഇപ്പൊ മേഘനാഥൻ നമ്മളെ അന്വേഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഒന്ന് ഉറപ്പിച്ചു പറയാം, നമ്മളെ കാണുകയോ തിരിച്ചറിയുകയോ ചെയ്താൽ അയാള് വെറുതെ വിടില്ല എന്നുള്ള കാര്യം ഉറപ്പാ. നമ്മുടെ അച്ചൂട്ടനെ തിരിച്ചറിഞ്ഞാലും അത് തന്നെ അവസ്ഥ. ഇനി മുതൽ നമ്മൾ കൂടുതൽ കരുതിയിരിക്കണം എന്നാണ് അർത്ഥം. എന്തൊരു ഗതികേടാണെന്ന് ഓർത്തു നോക്ക്. നമ്മൾ ഇവിടെ ഇനി ഒളിച്ചു തന്നെ ജീവിക്കേണ്ടി വരും. ഒളിച്ച് ജീവിക്കുന്നു കരുതണ്ട, സൂക്ഷിച്ചു ജീവിക്കുന്നു കരുതിയാ മതി. നമ്മുടെ രൂപത്തിനും മുഖത്തിനും ഒക്കെ ഇപ്പൊ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ പഴയ രാധയാണെന്നും നീ പഴയ സൗഭാഗ്യാണെന്നും ഇവള് പഴയ ദർശനയാണെന്നും തിരിച്ചറിയാവുന്ന ഒരടയാളവും നമ്മളിൽ അവശേഷിക്കുന്നില്ല. അതാണൊരാശ്വാസം. അത് പകുതിയുള്ളൂ. തൃപ്പങ്ങോട്ട് വിട്ടു വരുമ്പോ ചേച്ചിയെ കണ്ടിട്ടുള്ള ഒരാളും ചേച്ചിയാണ് രാധ എന്ന് പറയില്ല. പക്ഷേ എന്താ പറ? ചേച്ചിയെ കാണുന്നവര് ഇത് സുഭദ്രാമയാണോന്ന് വരെ സംശയിക്കുമെന്ന് ഉറപ്പാ. നിങ്ങള് രണ്ടാളും ഡിക്റ്റോ ഒരുപോലെ. കോസ്റ്റ്യൂമിലേ ഉള്ളൂ മാറ്റം. അറിയാം, സുഭദ്രാമയുടെ രൂപം എന്നെ തിരിച്ചറിയാനുള്ളൊരു വഴിയാണ്. പക്ഷേ മേഘനാഥൻ ഒറ്റയ്ക്കൊന്നും എന്നെ എളുപ്പം പിടിച്ചു കെട്ടാനാവില്ലെന്ന് ഉറപ്പിച്ചോ? തൃപ്പങ്ങോട്ട് തറവാട്ടിലെ ആണുങ്ങൾ മാത്രമല്ല, പെണ്ണുങ്ങളും അഭ്യാസത്തിൽ പുറകോട്ടല്ലാന്ന് അറിയാമല്ലോ. അയാള് വരട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം നമുക്ക്. ഏതായാലും ഒന്നും ഞാൻ പറയാം, ആരൊക്കെ വന്നാലും എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ ഓരോരുത്തരുടെയും ശ്വാസം നിലയ്ക്കുന്നതുവരെ നമ്മുടെ അച്ചൂനെ അയാൾക്ക് കിട്ടരുത്. ആ കാര്യം നമ്മൾ ഉറപ്പിക്കണം. എന്തു പറയുന്നു? ഉറപ്പ്. ഉറപ്പ്. ആശങ്ക വേണ്ട. ഇതിപ്പോ ദേശം രാജ്യം ഉടയോൺ തമ്പുരാൻ എന്നൊക്കെ പറയുമെങ്കിലും നീതി നിയമമൊക്കെ ആവുമ്പോ ഞങ്ങള് പോലീസുകാരുടെ കയ്യിലേക്ക് വരും കാര്യങ്ങള്. അവിടുത്തെ കാര്യങ്ങള് ഞാൻ വേണ്ട രീതിയിൽ ചെയ്തോളാം. നിങ്ങളും വേണ്ട രീതിയിൽ ചെയ്താൽ മതി. എന്റെ അയ്യപ്പസ്വാമി, ഇതാ ഡിവൈഎസ്പി മുകുന്ദനുണ്ണിയല്ലേ? ഈ പിശാചിനാണോ മേഘനാഥ് സാർ ഫ്രണ്ട് എന്ന് പറഞ്ഞത്? ഇതിപ്പോ ഈനാം പേച്ചയ്ക്ക് മരപ്പെട്ടി കൂട്ടായല്ലോ.